മോതിരം കിട്ടിയച്ചാ? മോതിരം ഊരിയെടുത്തു. എന്റെ കയ്യിനും വെല്ലിനും ഒരു കുഴപ്പവും പറ്റിയില്ല. എന്നിട്ട് മോതിരം എവിടെ? അത് ഈ ബാഗിലുണ്ട്. നിങ്ങളുടെ അമ്മ എവിടെ? അവളെ ഈ മോതിരം കാണിച്ചിട്ടേ 2 വർത്താനം എനിക്ക് പറയണം. അമ്മേ അമ്മ എനിക്ക് തരാന്നല്ലേ പറഞ്ഞ മോതിരം? ഹലോ പോടാ ഇറക്കാം. അപ്പച്ചി, ഈ മോതിരൊക്കെ ഊരിയ സ്ഥിതിക്ക് നമുക്കിനി ആ ജൂലിയാന്റെ കാണാൻ പോയാലോ? എന്തിന്? നീ കുരുവിക്കാട് പോണില്ലേ? ആ കുരുവിക്കാടും പട്ടിക്കാടൊന്നും പോകണ്ട, നമുക്ക് ജൂലിയാന്റെ കാണാൻ പോവാ. എടാ എവിടെങ്കിലും ഒന്ന് ഉറച്ചിക്ക്. അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി കളിക്കുക. നിന്നെ ഞാൻ കൊണ്ടുപോണില്ല. എന്തിനു കൊണ്ടുപോയിട്ട്? അതെന്താന്നറിയാമോ? പുള്ളിക്കാരത്തിക്ക് ഒരു മോളല്ലേ ഇവന്റെ പ്രായത്തിലുള്ള. അത് കേട്ടപ്പോ മുതലുള്ള ചാട്ടം അത്. ആണോടാ സഞ്ജു? അത് പിന്നെ അപ്പച്ചി ആ കൊച്ചിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി താ, ബാക്കി ഞാൻ വളച്ചൊടിച്ചെടുത്തോളാം. ഇങ്ങനല്ല. ആ പെങ്കൊച്ചിനെ അതിന് കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ പോയി സെറ്റ് ആവാനല്ലോ നിനക്ക്? ആ, ഞാൻ UK അങ്ങ് പോയി സെറ്റ് ആയി കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് അപ്പച്ചി ഞാൻ അവിടെ വരുത്തും. ആ പെങ്കൊച്ചല്ലേ അവിടെ ഒരു ലേനുണ്ട്, അവളവിടെ ലിവിങ് ടൂതറാണ്. എന്താ രണ്ടും കിടന്ന് അയ്യേ കുയ്യ വെക്കുന്നേ? അപ്പച്ചി, ഒരുത്തിക്ക് ഫ്രീ വിസ, അതിന് പോയി കാണണം. ഒരുത്തിക്ക് റെസ്റ്റോറന്റ്, അവിടെ പോയി പണിയെടുക്കണം. എന്തൊക്കെ ആയിരുന്നു പോലും, അതും കൂടെ മാഞ്ഞ് കിട്ടിയില്ലേ? കേട്ടോ, എന്നെ കിടന്ന് അയ്യേ കുയ്യ വെക്കുന്നു. ശരിയാണോടി? അത് പിന്നെ അപ്പച്ചി ഞാൻ കൊറേ നാളായില്ലേ UK പോവാൻ നോക്കിയിട്ട്. ശരിയാവാണ്ടായപ്പോ അവര് വഴി എന്തെങ്കിലും ശരിയായി കഴിഞ്ഞാ അവർക്ക് പിന്നെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചുമ്മാ എന്താ കുക്കിംഗ് ഒക്കെ ചെയ്ത് അവരുടെ കൂടെ കൂടാൻ വേണ്ടിട്ട് കൂടി അവിടെ പാത്രം കഴുക്കും അടിച്ചു കളിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിക്കാന്ന് വിചാരിച്ചതാ. നിന്റെ മറ്റവൾക്കാണത്. നിന്നോട്ടൊക്കെ മറ്റവനാടിയത് പൊടി. നടക്കൂല മക്കളെ, നടക്കൂല. എനിക്ക് തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവള് ലണ്ടനിൽ നിന്ന് വരുമ്പോ കൂടെ പോയി കാണുന്നത്. എന്നിട്ട് എനിക്കെന്നെ ജോലി കിട്ടിയിട്ടില്ല. പിന്നെയാണ് അപ്പൊ നിനക്കിനി വല്ല ആഗ്രഹം ഉണ്ടാ? ഈ ലണ്ടൻ ചോക്ലേറ്റും ടോയ്സും എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ മോതിരം കാരണം മാഞ്ഞു പോയി. മോതിരം. അപ്പച്ചിയുടെ മോനൊരു കാര്യം ചെയ്യും. ഇന്ന് അപ്പച്ചിയുടെ കൂടെ ജൂലിയനെ കാണാൻ മോൻ വന്നാ മതി. അപ്പൊ കുരുവിക്കാടോ? അവര് പൊക്കട്ടെ. ചക്കരെ. അതെ, ജൂലിയാനെ കാണാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകും. ഇവര് പോട്ടെ കുരുവിക്കാടിക്ക്. അമ്മേ അമ്മ എനിക്ക് ആ മോതിരം തരാന്ന് തന്നില്ലല്ലോ. മോതിരം തരാൻ എനിക്ക് സൗകര്യമില്ല. എനിക്കുള്ള മോതിരാന്നല്ലേ അമ്മ പറഞ്ഞത്? താന്നേ പ്ലീസ്. പിന്നെ മോതിരം തരാൻ പോണു നിനക്ക്. തന്നില്ലെങ്കിൽ ഞാനത് അടിച്ചു മാറ്റുവേ. നീ എവിടെ പോയിരിക്കായിരുന്നടി? ഞാൻ വീട്ടിലേക്ക് പോകുന്നവരും ഗീതയോട് പറയാൻ വേണ്ടി പോയതാ. നീ വീട്ടിലോട്ട് പോണ കാര്യം ഗീതയോട് പറയാൻ എന്തിനാ പോണേ? ഇപ്പൊ ഇത്ര അത്യാവശ്യപ്പെട്ട് വീട്ടിലോട്ട് എന്തിനു പോവാ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പ്രശ്നം തീർന്നില്ല, തുടങ്ങുന്നതേ ഉള്ളൂന്ന്. ഈ പ്രശ്നം തീർന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അയ്യേ എടാ, അവള് പോണെങ്കിൽ എവിടെങ്കിലും പോട്ടെ. ഞാൻ മാത്രല്ല, എന്റെ 4 മക്കളെയും കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ, എന്തിനാ ഈ 4 മക്കളെ മാത്രമാക്കിയത്? ഈ നാട്ടിലുള്ള പിള്ളേരെ മുഴുവൻ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോടി. അല്ല, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു നിന്റെ കൂടെ വരാൻ ആരും ഉണ്ടാവില്ല. നിന്റെ കൂടെ വരാൻ ആരും ഉണ്ടാവില്ല. അവള് പോയി എവിടെങ്കിലും പോട്ടടാ. എടി, നിനക്കൊരു കാര്യം കാണണോ? ഇതുണ്ടോ, നീയല്ലേ പറഞ്ഞത് ഈ മോതിരം ഊരെടുക്കാൻ പറ്റില്ലെന്ന്? ഞങ്ങൾ പുഷ്പം പോലെ ഊരെടുത്തു. നോക്കട്ടെ നോക്കടി അങ്ങോട്ട്. ഓ, ഇതിന് കൊറേ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. എങ്ങനെ സ്ക്രാച്ച് ഒക്കെ അവിടെ ഇരുന്നോളും. അത് എനിക്കുള്ള മോതിരം ഇങ്ങോട്ട് വന്നേ. നിനക്കുള്ള മോതിരോ? ആര് പറഞ്ഞു? അമ്മയല്ലേ പറഞ്ഞു അത് എനിക്ക് തരാനുള്ള മോതിരാന്ന്? നിനക്കിപ്പോ തരി ഞാൻ. നിനക്കുള്ള മോതിരം ഇങ്ങോട്ടുണ്ട് തടി. ആ മോതിരം ഇങ്ങോട്ട് താ. അല്ലേ എനിക്കെന്താ നിങ്ങളെ മോതിരം തരാം? നിനക്കെന്തിനാ മോതിരം? എന്തു അടി കിളിച്ചോണ്ടിരിക്കുന്നത്? പിടുത്തം പോലെ. എവിടെ പിടിക്കുന്നു? ഊരാൻ പറ്റുന്നില്ല, ഒരു പിടുത്തം. വേഷം കെട്ടറക്കല്ലേ സരിതേ പോലെ ഊരിയത്? അല്ല, ഇടാൻ പെട്ടെന്ന് പറ്റി ഊരാൻ പറ്റുന്നില്ല. നോക്കി മേടിക്കടേ കൂട്ട്. സമാധാനത്തിന് ഞാൻ ഒരുത്തരം സ്ക്രൂ ഡ്രൈവർ പിച്ചാത്തി
അത് വേണ്ട ഞാൻ സമാധാനം തന്നെ ഒരു പിഞ്ചാത്തി എവിടെ പോയി കിടക്കുന്നു കത്തിൽ കുത്തിയാൻ ഊരാം വിച്ചാത്തി ഞാൻ എടുത്തു തരാം. കണ്ടില്ലടാ. നീ വേഷം കെട്ടറക്കല്ലേ കണ്ടിച്ചാലും ഞാൻ ഊരിക്കൊണ്ട് പോകും. എടി ഓക്കെ കഥ ഫയർഫോഴ്സിൽ വിട്ടാടാ. ഇവിടെ ഓടി ഇവിടെ വാ. എന്റെ മോതിരം പോയിട്ടോ ഈശ്വരാ. ഞാനും വരാം. നീ എനിക്കുള്ള മോതിരം അത്. ഓസിനെ ലണ്ടനിൽ പോവാന്ന് വിചാരിച്ചതാ. അപ്പിളും പോയി, ഓറഞ്ചും പോയി, പിന്നെ എമിലിയും പോയി. പോട്ടെ സാർ, പോട്ടെ. ശോ. വാടി ഇങ്ങോട്ട്. ഇവിടെ വാടി. അമ്മേ നമുക്ക് കുരുവിക്കാട് കൊണ്ടേ? ഒരു കാട്ടിലേക്കും ഇല്ല. ഇവിടെ ഞാൻ ഫയർഫോഴ്സ് ഓഫീസിലേക്ക് കൊണ്ടുപോവാ. ഈ സരിതയുടെ കയ്യിൽ കുരുങ്ങിയ ഒരു മോതിരം ഇല്ലേ, അത് പോയി ഊരിക്കൊണ്ട് വന്നല്ലോ. ഇവളെടുത്ത് ഇവളുടെ കയ്യിൽ കയറ്റി. ഇപ്പൊ അതേ കുടുങ്ങി കിടക്കുക. ഞാൻ വേദന എടുത്ത് പൊളയുമ്പോ അവള് കൊലച്ചിരിക്കുന്നു നോക്കിയേ. ഇതാണ് ചേച്ചി കൊടുത്താ കൊല്ലത്തിട്ടെന്ന് പറയണത്. ചേച്ചി ഫയർഫോഴ്സിൽ ചെന്നിട്ടേ ഈ മോതിരം കൂടെ ഊരില്ലേ, ഓ അപ്പൊ എന്തൊരു സുഖാന്നറിയോ. ഓ സ്വർഗരാജ്യം കാണും നമ്മള്. നമ്മളങ്ങനെ ആലോചിച്ചോണ്ടിരിക്കട്ടെ, നീ വന്നേ നമുക്ക് ഫയർഫോഴ്സ് ഓഫീസിൽ. അമ്മയോടൊക്കെയാ അതെ എന്റെ മോതിരത്തിലാ നിന്റെ ആങ്ങളൊക്കെ കണ്ണ്. ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ അത് അടിച്ചു മാറ്റും. വിട്ടടി എന്നെ. ഇതെന്തോന്ന് ഫാമിലി ട്രിപ്പാ ഫയർഫോഴ്സിലേക്ക്? നീ ഫ്രണ്ടിൽ കയറിക്ക്. അമ്മ കയറ്. നിങ്ങൾ നോക്കാ? ആ അപ്പച്ചി പോരെ? അല്ല ഞാൻ പോയി വന്നാണല്ലോ. പോയിട്ടോ. ലണ്ടനും പോയി കുരുവിക്കാടും പോയി. അമ്മയാണോ മുട്ടടിക്കണത്? അല്ല നിന്റെ അച്ഛൻ. അല്ല ഈ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ടേ ആരുമില്ലേ മുട്ടടിക്കാൻ? എന്താ നീ പെണ്ണല്ലേ? നിനക്ക് അടിച്ചൂടെ? ഞാനിവിടെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി വന്നതല്ലേ. അത് ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ പോവൂലോ. ഞാൻ പിടിക്കടി ജൂല്. പഠിക്കുന്നില്ല. പിടിക്കടി അങ്ങോട്ട് ജൂല്. പിടിക്കാൻ പറ്റില്ല. പിടിക്കടി അങ്ങോട്ട്. പിടിക്കാൻ പറ്റില്ല. പിടിച്ചടിക്കാൻ ഇങ്ങോട്ട് പിടിച്ചാ അങ്ങോട്ട്. അച്ഛമ്മേ ആ ചോദ്യം തന്നെ പിടിക്കാ പച്ചി. പിടിക്കൂല. ഒന്ന് പിടിക്കാ പച്ചി. ഒന്നിങ്ങോട്ടൊന്ന്. എന്താടാ അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാനെന്തിനാടാ നിന്നെ അനുഗ്രഹിക്കുന്നത്? ഒന്ന് അനുഗ്രഹിക്ക്. അങ്ങോട്ട് എഴുന്നേറ്റാടാ. എന്തിനാടാ? അച്ഛമ്മ ഈ ഗ്രീൻ മാഗ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കോമാങ്ങാന്ന് കേട്ടിട്ടുണ്ട്. ഗോമാങ്ങ അല്ല, ഗ്രീൻ മാങ്ങ. അത് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് PSC ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാ. അതൊരു ഭയങ്കര സൂപ്പറാ. അതിനല്ല, അവിടെ പഠിക്കണ തന്നെ ഉണ്ടല്ലോ അച്ഛമ്മേ, ലക്ഷങ്ങൾ കെട്ടിയേക്കണം, ലക്ഷങ്ങൾ. അപ്പൊ എനിക്ക് കാശിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാ വന്നത്. അനുഗ്രഹം കൊടുത്തോ? എനിക്ക് അച്ഛമ്മയുടെ കാശൊന്നും വേണ്ട, എനിക്ക് അച്ഛമ്മയുടെ അനുഗ്രഹം മാത്രം മതി. പിന്നെ എന്തിനു വന്ന്? അച്ഛമ്മേ അവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, അത് എഴുതി കഴിഞ്ഞുണ്ടല്ലോ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ചുമ്മാ ഒരു കാശും കൊടുക്കണം. നീ പൊക്കോടാ നീ പോയി പഠി. ലക്ഷങ്ങൾ കൊടുക്കാനേ അവന്റെ അച്ഛന് കാശില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതാ പറഞ്ഞ, കാശിന്റെ ആവശ്യമില്ല. ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാം. അങ്ങനെ ഞാൻ പഠിക്കാൻ പോണം. മക്കള് പോയി പഠിച്ചോടേ. അല്ല അങ്ങനെയാണെങ്കിലേ എന്റെ മോളുടെ കൂടെ അവിടെ ചേർത്താലാ? അതിന്റെ ഡേറ്റ് എല്ലാം എപ്പോഴാ കഴിഞ്ഞു? നാളെയാണ് പരീക്ഷ, നാളെ തന്നെ റിസൾട്ട് ഉണ്ട്. മക്കളെ നിന്നെ അനുഗ്രഹിച്ചു, നീ നന്നായിട്ട് വരും കേട്ടോ. പൊങ്ങിക്കോ. എടാ എന്നെ കൂടെ അനുഗ്രഹം വേണ്ടേ? അവളെ അനുഗ്രഹിച്ച് അവളുടെ കാലും പിടിച്ച് അനുഗ്രഹം മേടിച്ചോ. എനിക്ക് അപ്പച്ചി അനുഗ്രഹം വേണ്ട, ടൈമൊന്നുമില്ല. പോയിട്ട് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ എന്നാ ചെല്ലടാ. ശരിക്കും തൂക്കം. അമ്മാ എന്റെ പേര് കേട്ടില്ല അമ്മ. ഗ്രീൻ മാങ്ക എന്തോ ഒരു പ്രശ്നല്ലേ? നീ ആ മെറ്റോ ഒന്ന് മര്യാദക്ക് അടിക്ക് കേട്ടാ. എല്ലാ ചവറും പോണം. അവിടെ കുനിച്ചങ്ങോട്ട് അടിച്ചേ. പട്ടി അടിയും. ഇന്നൊരു 30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ
നമ്മൾ ആ സ്കൂട്ടർ മേടിക്കുന്നു, നാളെ 40,000 രൂപയ്ക്ക് മറച്ചു വെക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് 10,000 രൂപ പോക്കറ്റ് വീഴുന്നത്. അതിന് 30,000 രൂപ എവിടെ? ആരുടെയിലാ ഉള്ളത്? ഒപ്പിക്കണം. നീ എന്നിട്ട് നീ തന്നെ നടത്തും. എനിക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒപ്പിക്കാൻ പാടില്ലേ? എങ്ങനെ ഒപ്പിക്കാനാടാ? 5 മേടിക്കാൻ പൈസ ഇല്ല, അപ്പഴാ 30,000 രൂപ. വഴിയുണ്ട് പ്രകാശി. എന്താ വഴി? എന്നാ പിന്നെ ആ വഴി ഉപയോഗിച്ച് നീ അങ്ങി. അല്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്യണം. എന്തോന്ന് അങ്ങനത്തെ ഒരു വഴി? ചെക്ക്. എന്തുവാ? നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് ഒപ്പിട്ട് മേടിക്കണം. എന്നിട്ട് ചെക്കൊപ്പിച്ച് അമ്മയുടെ നിന്ന് മേടിക്കാൻ നടക്കാത്ത കാര്യമാണ്. നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും നീ പറയുന്നത്. നിങ്ങൾ പീരങ്കി കയറി വെടി വെക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ എന്നാ പറ. നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു ചെക്ക് ഒപ്പിട്ട് മേടിക്കണം. എന്റെ അമ്മ ചെക്കൊന്നും ഒപ്പിട്ട് തരാൻ പോകുന്നില്ല. നീ അത് വിട്ട് വേറെ വല്ല എപ്പിടി. എന്റെ പ്രകാശം, അതിനുള്ള വഴി എന്റെ ഉണ്ട്. അതിനുള്ള വഴിയുണ്ടോ? പിന്നെ ബഹിരാകാശക്കുള്ള വഴി വരെ ഈ വേണുക്കുട്ടന്റെ കയ്യിലുണ്ട്. അന്നേരമാണ് അറിയാടേ. നീ പറ. അതായത് കൃഷിഭവനിൽ, നിങ്ങളുടെ കൃഷിഭവനിൽ തെങ്ങിനാണുള്ള വളം സബ്സിഡി കിട്ടുമെന്ന് പറയണം. അതിന് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ ആധാർ കാർഡും ഒരു ചെക്കും വേണമെന്ന് പറയണം. ക്യാൻസൽഡ് ചെക്ക്. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെക്ക് തരുമായിരിക്കും അല്ലേ? തരികയല്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എമൗണ്ട് എഴുതി എടുക്കാൻ പാടില്ലേ? അത് ഐഡിയ ആണല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നീ ക്യാൻസൽഡ് കൂടുതൽ പൈസ കിട്ടൂടെ? ക്യാൻസൽഡ് ചെക്ക് ബാങ്കിൽ കൊടുക്കാൻ വേണമെന്ന് അമ്മയോട് പറയണം. നമ്മൾ നിങ്ങളുടെ അമ്മയ്ക്ക് ക്യാൻസൽഡ് എഴുതാൻ അറിയാവോ? അപ്പൊ പിന്നെ നമ്മൾ അത് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഈ എമൗണ്ട് എഴുതി എടുക്കുന്നു. ഐഡിയ ഐഡിയ അടിപൊളി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താണ് പ്രകാശിയ പ്രശ്നം? നമ്മൾ ഈ വഴിയെല്ലാം അടച്ചു വേണം പോവാൻ. ഒരു പഴുതുണ്ടാക്കരുത്. ഈ പൈസ എടുത്തു കഴിയുമ്പോഴേ മൊബൈലിൽ മെസ്സേജ് വരത്തില്ലേ പൈസ പോയി എന്ന് പറഞ്ഞിട്ട്? അതെങ്കിലും നിങ്ങളൊന്ന് ഡീൽ ചെയ്യുക എന്റെ പ്രകാശി. ഇത്രയും കാര്യം ഞാൻ നോക്കിയില്ലേ? അത് ഞാൻ ചെയ്യാടാ. സാറെ കാര്യമുള്ളത് അത് ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. 30,000 മേടിക്കുന്നു, വണ്ടി എടുക്കുന്നു, 10,000 രൂപ ലാഭം. സഞ്ജു, PSL എഴുതി കഴിഞ്ഞാൽ നമുക്ക് പൈസ എല്ലാം തിരിച്ചു കിട്ടുവാടാ? അത് അവർ അയച്ചു തരും. ഓരോ മാസം ഓരോ ലക്ഷം പേര് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും ഇങ്ങോട്ട്. അതെ, ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. നീ എന്തിനാടാ എന്നെ അങ്ങനെ കളിയാക്കുന്നേ? അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം ഉണ്ട്, സ്കോളർഷിപ്പ് ഉള്ള. അമ്മ കേട്ടിനി? എന്റെ പൊന്നമ്മ, അങ്ങനെയൊന്നും നമുക്ക് പൈസ ഒന്നും കിട്ടൂല. അമ്മയ്ക്കറിയോ, ഞാനാണെങ്കിൽ അവിടെ പഠിക്കാൻ പോകുന്ന ഭയങ്കര വിലയുള്ളൊരു കോഴ്സാണ്. എൻട്രൻസ് കിട്ടുമ്പോൾ എനിക്കത് ഫ്രീ ആയിട്ട് പഠിക്കാം. അത് പോര്. എന്നാലും ഇത്രയും ദൂരെല്ലാം പോയി പഠിക്കണാടാ. നമുക്ക് യൂട്യൂബിലെല്ലാം നോക്കി പഠിച്ചൂടെ? എന്റെ പൊന്നമ്മ, ആ ഗ്രീൻ മാങ്ങ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും പ്ലേസ്മെന്റ് സർക്കാർ ജോലി ഉറപ്പാ. അതാണ് അവിടുത്തെ പാരമ്പര്യം. എന്താ പേരെന്താ പറഞ്ഞത്? ഗ്രീൻ മാങ്ങ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. ഗ്രീൻ മാങ്ങ. സൂപ്പർ സ്ഥലം. എന്നാലും നീ ആ പാരമ്പര്യം കാത്താ മതി. കാക്കോ? അങ്ങനെ വർത്താനം. നല്ലോണം പഠിക്കാനാ ഞാൻ ഇതെല്ലാം തരുന്നത്. പഠിച്ചോളാം. ഇത് എവിടുത്തെ പശുവിന്റെ പാല? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. മോഹൻ ചെയ്തില്ല. അത് വാങ്ങാൻ പറ്റുവാ? പിന്നെ അമ്മ ഇവിടെ പ്രളയം ഉണ്ടാക്കും. കൊഴുപ്പ് പോരാ. അതാ സൈക്കിളുകാരൻ കൊണ്ടുവരുന്ന. ഇനി ആട്ടുംപാലും മതി. ഇനി ആട്ടുംപാലും മതി, അതിനെ കുഴപ്പമുള്ളൂ. മേടിക്കാം. ഇപ്പൊ കുടിക്ക്. ഇത് കവർ കാണുന്നല്ലോ അല്ലേ? അല്ലടാ, സൈക്കിള് പാല് വന്നതാണ്, അയാള് കൊണ്ടുവന്നാണ്. പക്ഷെ കൊറേ പശുവിന്റെ മിക്സാന്ന് തോന്നുന്നു. അതേ ഉള്ളു, അങ്ങനെ തന്നെയല്ലേ അവര് കൊണ്ടുവരിക. എടാ, നീ ആ ഗ്രീൻ മാങ്ങയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണേ. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. കണ്ട, അപ്പച്ചിക്ക് വരെ അറിയാം എന്റെ ബുദ്ധി. കൊപ്പച്ചി. അതുകൊണ്ടല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് അവന് കിട്ടിയാലാണല്ലോ അവനവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അവക്ക് മുയ്ത്ത സൂയാടി, നീ കഴിക്കുമോനെ. അല്ല, അതവന് കിട്ടാൻ പോണില്ല. അമ്മേ, ആ സൂയക്ക് ഒരു മരുന്ന് ഇറങ്ങിയുണ്ടല്ലോ, അപ്പത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ട് വാങ്ങിച്ചോളൂ. മോനെ സഞ്ജു, അതിന് എത്ര പൈസ ആയാലും അമ്മ തരുവാടാ, നീ പേടിക്കണ്ട. ആ മരുന്ന് കിട്ടുകയാണെങ്കിലേ അമ്മയും മോനും പാലിൽ ഇങ്ങനെ കലക്കി കുടിച്ചാൽ മതി കേട്ടാ. എനിക്ക് അസുഖമൊന്നുമില്ല. ഇല്ലാത്ത സാധനം. നമുക്ക് അപ്പുറം പോയി കഴിക്കണം, അല്ലെങ്കിൽ ഇവിടെ കണ്ണുകൊണ്ട് കഴിഞ്ഞാൽ നാളെ പിന്നെ നിനക്ക് എക്സാം ചെയ്തെങ്കിലും വാ, എനിക്ക് പോ. ചേച്ചി, അവന് മുട്ട പുഴുങ്ങിയതും പാലും എല്ലാം കൊടുക്കേണ്ടത്. അവന് രാത്രി കിടക്കാൻ നേരത്ത് ബ്രഹ്മി അരച്ച് കലക്കി കൊടുത്താൽ മതി.
എന്തിനു? അപ്പൊ അവന്റെ ഇല്ലാത്ത ബുദ്ധി കിളിർത്ത് വരും. അതായിരിക്കും എന്റെ മോക്കൊന്നും കലയിൽ കൊടുക്കുന്നേ. എന്റെ മോൾക്ക് നല്ല ഭക്ഷണം തന്നെ ഞാൻ കൊടുക്കണത്. ഇങ്ങനെ പരീക്ഷയുടെ തലേദിവസം ഒന്നല്ല മുട്ടയും പാലും കൊടുക്കുന്നത്, ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട്. അതിന് ഞാൻ പരീക്ഷയുടെ തലേത്തെ ദിവസമാണ് മുട്ടയും പാലും കൊടുക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? അല്ല, വിചിത്രമായ ആചാരങ്ങൾ കണ്ടപ്പോ നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ നിനക്ക് ഇന്നലെ മുട്ടയും പാലും തന്നിട്ടില്ലേടാ? തന്നു. മെനഞ്ഞാന്ന് തന്നില്ലേ? തന്നു. ചോദിക്കടി. ഓ, അപ്പൊ നിനക്ക് എപ്പോഴും മുട്ടയും പാലുണ്ടല്ലേ? അതെ. ആ, എനിക്കതറിഞ്ഞാ മതി. പിന്നെ ആർക്കാ വേണ്ടത്? അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ. എനിക്കൊരു സംശയം ക്ലിയർ ആണെന്നുണ്ടായിരുന്നു, അത്ര തന്നെ. വേടാ, നമുക്ക് അപ്പുറം പോയിട്ട് കഴിക്കാം. അവളെ കണ്ണുകൊണ്ട് തന്നെയല്ലേ പരീക്ഷ എഴുതാൻ കഴിയടേക്കുമ്പോ. ചേച്ചി എന്താ പറഞ്ഞോന്നേ? ആ മുട്ടയും പാലും അവൻ കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൊതി അവന് പറ്റി, അവന്റെ വയറ് കേടായി, അവൻ പരീക്ഷയിലൊക്കെ തോറ്റ് തുന്നം പാടുന്നല്ലേ ചേച്ചി പറഞ്ഞത്? തോന്നിയില്ലേ മോക്ക്? തോന്നി. ആ, ഇങ്ങോട്ട് വേടാ. നിനക്ക് കൊതി കിട്ടണ്ട. ഇങ്ങനെ വേടാ. അവിടെ തന്നെ നിന്നിട്ട് കൊതി കിട്ടണ്ട. കൊതിയല്ല കിട്ടാൻ പോണത്, എന്നെ പണിയെ കിട്ടാൻ പോണത്. ഓർക്ക് പണി കൊടുക്കണല്ലേ? ഈ അപ്പച്ചി എന്നെ കൊണ്ട് ഇവിടെ പിടിച്ചെടുത്തിട്ട് എവിടെ പോയേക്കുവാ? അപ്പച്ചെങ്കിൽ വ്ലോഗ് ചെയ്യാണ്ട് അവിടെ കുത്തിരിക്കെ ഒരു വ്ലോഗ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പച്ചി പറയാനുള്ളത് വേഗം പറ. ഞാൻ ഇവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? അല്ല, ആരോ കുക്ക് ചെയ്തത് ചിപ്സ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ ഇങ്ങനെ ആരോ കുക്ക് ചെയ്ത ചിപ്സ് മിണുമിണുമിണെന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരുന്നോ? നല്ല പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെ ഇറങ്ങിയ സാധനങ്ങള്, നല്ല ഫുഡുകള് ആമ്പിള്ളേര് കഴിച്ചോണ്ടിരിക്കാം. അപ്പച്ചി എന്താ പറയണേ? മലയാളം. അപ്പച്ചി ഒന്ന് വേഗം പറ. ആ ചിപ്സ് അവിടെ കൊണ്ട് വെച്ചേക്കും. അപ്പുണ്ണിയാണ് കണ്ടു കഴിഞ്ഞെടുത്ത് കഴിക്കും. നീ ഇങ്ങനെ ചിപ്സും കഴിച്ചോണ്ടിരുന്നോ? അതെ, നിങ്ങൾ പഠിക്കണ സമയത്ത് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയതും പാലൊക്കെ തരാറുണ്ടായിരുന്നോ? തരാറില്ല. നിനക്ക് തരാറുണ്ടായിരുന്നോ? എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അതാ പറഞ്ഞേ. സഞ്ജുവിന് നാളെ PSC കോച്ചിങ് സെന്ററിലെ എൻട്രൻസ് എക്സാം അല്ലേ? അതിന് അവന് ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മ അവന് മുൻകരുതലായിട്ട് ശക്തി പകരാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയതും പാലും കൊടുത്തോണ്ടിരിക്കുക. ഒന്നും പറയാനില്ലേ? അല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്ത് വേണം? ആ, വേർതിരിവ് കാണിക്കരുത്. വേർതിരിവ് ഒരു കുടുംബത്തിന് ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടുണ്ടാ? ഞാൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. അപ്പച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ചോദിക്കണം. അനീതിക്കെതിരെ പ്രതികരിക്കണം. അപ്പച്ചി ഞങ്ങളെ തമ്മി തല്ലിക്കാൻ നോക്കണോ? ഞാൻ എന്തിനാ തമ്മി തല്ലി തെറ്റിക്കണത്? എന്ത് തമ്മി തല്ലി തെറ്റിക്കണ? ശേ, എന്തെങ്കിലും ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? പ്രതികരിക്കണം. അനീതിക്കെതിരെ പ്രതികരിക്കണം, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. അപ്പച്ചേ, എപ്പോ വന്നാലും ഞങ്ങളെ തമ്മി തല്ലിക്കാനുള്ള പരിപാടിയാണ്. ഇവൾക്ക് ബുദ്ധിയില്ലേ, ബോധമില്ല. നിനക്കെങ്കിലും ഇത്തിരി ബോധം ഉണ്ടെന്ന് കരുതിയിട്ട് നിന്നെ കൂടി വിളിച്ചു വരുത്തിയത്. നീ ചോദിക്കില്ലേ? ഞാൻ ചോദിക്കും. എന്നാ ചോദിക്കണം. അമ്മയോടല്ല, അപ്പച്ചിയോട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോ? മുട്ടയില്ല, പാലുമില്ല, അണങ്ങി ശോഷിച്ചു വെക്കോളും. ഇത്ര പ്രായമായില്ലേ? പെൺപിള്ളേരായ ഇത്തിരി തുടുപ്പൊക്കെ വേണം. ഓ, ബ്രെയിനും ഇല്ല, മാങ്ങയില്ല രണ്ടതിനും. എന്നാ ഞാൻ ചെന്ന് അമ്മയടുത്ത് പറയട്ടെ. എന്ത്? അപ്പച്ചി ഞങ്ങളെ തമ്മി തല്ലിക്കാൻ നോക്കുവാണെന്ന്. എന്നാ എന്ന് പറയ്. കിട്ടണ്ടല്ലോ ഒന്നും. അനീതിക്കെതിരെ പ്രതികരിക്കാൻ വേണ്ട. വെറുതെ അല്ല നാട് ഇങ്ങനെയായി പോയത്. പ്രതികരിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല. വേണ്ടീ, പ്രതികരിക്കണ്ടീ. ഞാനിവിടെ വന്ന് കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി നെഞ്ച് കണ്ണു വാർത്തൊക്കെ ഇരുന്നത് വെറുതെ മെച്ചം. ബ്രെയിനില്ല, മാങ്ങയില്ല, തേങ്ങയില്ല, ഒക്കെ നടന്നു. അതെ, അപ്പച്ചി തമ്മി തല്ലിക്കാൻ നോക്കിയതാണെങ്കിലും അപ്പച്ചി പറഞ്ഞാൽ ഒരു കാര്യം ഇല്ലേ? 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 ഉണ്ട്. ഈ മുട്ടയും പാലും നിനക്കെപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എവിടെ? എനിക്കും കിട്ടിയിട്ടില്ല. പാർഷ്വാലിറ്റി കാണിക്കാൻ പാടുണ്ടോ? 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്കും ഒരുപോലെ മുട്ടയും പാലും കൊടുക്കണം. ചോദിക്കണ്ടേ? ചോദിക്കണം. വേണ്ടേ? വാ. തീരുമാനായ? ഇല്ല. ഇല്ല, ഞങ്ങള് ചോദിക്കണില്ലേ? നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി കുറച്ച് സമയം തന്നതാ ഞാൻ. ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ ചോദിക്കണില്ല. ചോദിക്കണില്ലല്ലേ? ചോദിക്ക് പിള്ളേരെ.
ഇപ്പൊ അപ്പച്ചിന്റെ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇത്ര സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടണം ഓരോ കാര്യങ്ങളൊക്കെ. അതിനുള്ള ധൈര്യം കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധൈര്യം ഉണ്ട് അപ്പച്ചി. എന്നായിക്കോട്ടെ, ചോദിക്കണില്ലല്ലേ? നീയൊക്കെ മുരടിച്ചു പോകൂടി. ഒത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ ഒക്കണ്ട. പോയിട്ടില്ല, എവിടെ നിക്ക് ഒളിഞ്ഞേക്കണ്ട കൂടെ ഉണ്ടാവും.